ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നൊരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പഴം വരട്ടിയത്, ചെറുപഴം വരട്ടിയതാണ് ഇന്നത്തെ റെസിപ്പി. നമ്മുടെ പാളയംകോടൻ പഴം ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പഴമൊക്കെ അധികമായിട്ട് വരുന്ന സമയമുണ്ടല്ലോ, ഈ പാളയംകോടൻ പഴമൊക്കെ ആകുമ്പം തൊലിയൊക്കെ കറുത്ത് വരുമ്പോൾ പിന്നെ നമ്മളത് യൂസ് ചെയ്യാതെ വരുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് അത് വെറുതെ കളയാതെ ഇങ്ങനെ എടുത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. നമുക്ക് കുറേ വിഭവങ്ങൾ അത് വെച്ചുണ്ടാക്കാം. നമ്മുടെ മക്കൾക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കൊടുക്കാനായിട്ടും അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 5 കിലോ പാളയംകോടൻ പഴമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ശർക്കര, ഞാൻ 3/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ 1 കിലോ വരെ എടുക്കാം. ഒരു 50 ഗ്രാം നെയ്യുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഈ പഴം മൊത്തവും നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു വലിയ ഉരുളിയിലേക്ക് അരച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് അത് അടുപ്പിലേക്ക് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ, ആ വെള്ളം തിളച്ച് വറ്റുന്ന ആ ഒരു സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ 3/4 കിലോ ആണ് എടുത്തത്. 5 കിലോ പഴമുണ്ട്, അതുകൊണ്ട് 1 കിലോ വരെ ചേർക്കാം. എനിക്ക് മധുരം കുറവ് മതി, അതുകൊണ്ടാണ് ഞാൻ 3/4 കിലോ ചേർത്തത്. എന്നിട്ട് അതിന് നല്ല വൃത്തിയായിട്ട് ഇനി ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് പ്രശ്നമില്ല ഇളക്കുന്നതിന്. ഇപ്പം നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പിന്നെ ഇത് തിളച്ച് പൊന്തി നമ്മുടെ കയ്യിലേക്ക് വീഴാൻ തുടങ്ങും. അപ്പോൾ ശ്രദ്ധിച്ച് നിന്ന് ഇളക്കണം. പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഴമായതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ. ഞാനിത് ചെയ്യുമ്പം വീട്ടിലെല്ലാവരും ഉള്ള ദിവസമേ ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട്, എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഇളക്കാൻ കൈക്കൊക്കെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് വീട്ടിലാരെങ്കിലും ഉള്ളപ്പോഴേ ഞാൻ ഇതിനായിട്ട് നിൽക്കാറുള്ളൂ. പിന്നെ ഇനി ഈ സമയത്തേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 50 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊരു പകുതി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ പഴവും ശർക്കരയായിട്ടൊക്കെ ഇങ്ങനെ മിക്സായി ആ കളറൊന്ന് മാറി വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് ഒരു പകുതി വേവായി കഴിയുമ്പം ചേർത്ത് കൊടുക്കാവേ. എനിക്കിന്നിവിടെ ഹെൽപ്പിന് നിച്ചിക്കുട്ടനാണേ ഉള്ളത്. ഞങ്ങൾ 2 പേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഇളക്കുന്നത്. കാരണം കൈ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, എടുത്തു കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കണം. ഇടയ്ക്ക് കൊണ്ടവൻ കൈ എടുത്തതിന് ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ നോക്കിയതാട്ടോ. കൈ എടുക്കാതെ ഇളക്കണം. ജസ്റ്റ് അടി പിടിച്ചു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ആൾറെഡി ഒരു പുളിപ്പ് ടേസ്റ്റ് പാളയംകോടൻ പഴം ആയതുകൊണ്ട് കാണും. പിന്നെ അടിയിലൂടെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അതുകൊണ്ട് ചെയ്യുന്നവരത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇപ്പം ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ടേ. ഇതൊന്നുമല്ല, നമ്മളിങ്ങനെ ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകും. നമ്മൾ തവിയിലിങ്ങനെ കോരുമ്പം തവിയിൽ നിന്ന് താഴോട്ട് വീഴാത്ത പരുവത്തിലെത്തിയാൽ മാത്രമേ ഇത് വേവത്തുള്ളൂ. നമുക്കത് മനസ്സിലാവും, ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ പിന്നീട് നമുക്കത് അതിൻ്റെ ഉപയോഗം വരുമ്പം നമുക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്യും. കാരണം മക്കൾക്കൊക്കെ കൊടുക്കാം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ അതിനകത്ത് ഏലക്ക കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഏലക്ക പൊടിയും കൂടെ ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ സ്കിപ്പായി പോയതാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ തോനെയുണ്ടെങ്കിൽ ഗ്യാസിൽ ചെയ്യാതെ ഇങ്ങനെ അടുപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. 1 കിലോ പഴമൊക്കെയാണ് ഗ്യാസിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് സൈഡിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ നടുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ കയ്യിലോട്ട് തെറിച്ച് വീഴത്തില്ല. അതൊരു ട്രിക്കാണ് കേട്ടോ. ഈ സ്റ്റേജിൽ ഒരു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബാക്കിയിരുന്ന മൊത്തം നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നടുക്ക് കൂട്ടിയാണ് ഇളക്കേണ്ടത്. നടുക്ക് ഇളക്കുമ്പം പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലോട്ട് വീഴത്തില്ല. സൈഡിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കുമാണ് കയ്യിലോട്ട് വീഴുന്നത്. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ആ ഒരു തേർഡ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഉരുളിയിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തവിയിൽ നിന്ന് വീഴാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാലും ഈ സ്റ്റേജല്ല, ഉരുളിയിൽ നിന്ന് മൊത്തത്തിൽ വിട്ട് വരണം. തവിയിൽ നിന്ന് മൊത്തത്തിൽ വിടാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരണം. അപ്പോഴാണ് ഇത് കറക്റ്റായിരുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ
ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. തവിയിലിങ്ങനെ കോരിയെടുക്കുമെന്നാണ്ട് വീഴാനായിട്ടൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ വരും, കഷ്ടപ്പെട്ടേ വീഴത്തുള്ളൂ. അതുമല്ല, ഈ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം പൊട്ടിത്തെറിച്ച് വരുമല്ലോ, അത് പൂർണ്ണമായിട്ട് നിൽക്കും. ആ വെള്ളം പൊട്ടിത്തെറി നിൽക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ അങ്ങനെ അങ്ങ് കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം വെള്ളമെല്ലാം പൊട്ടിത്തെറിച്ച് തീർന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ പഴം വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും നീട്ടി വലിച്ച് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം കാണിച്ചിട്ട് ലാസ്റ്റ് ശരിയായെന്ന് കാണിക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നീട്ടി വലിച്ച് കാണിച്ചത് കേട്ടോ. ഇത് നമുക്ക് ഉണ്ണിയപ്പം, കുമ്പിളപ്പം, ഇലയപ്പം എന്ത് വേണേലും ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പുറമേ കാണിക്കാവേ. നമുക്ക് ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ വീഡിയോയുമായി എത്താം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.